മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു ബഹുമാനി അങ്ങ് ഒരു സംശയം ചോദിച്ചു, എന്താണ് ഈ കാതോലിക്ക ബാവ പൊതുപിതാവല്ലേ, പിന്നെ എന്തിനാണ് പാത്രിക്കീസ് ബാവ? കാതോലിക്ക ബാവ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവിന്റെ പിതാവാണ്. അപ്പോ ഈ കാതോലിക്ക ബാവ ഉള്ളപ്പോ പിന്നെ ഒരു പാത്രിക്കീസ് ബാവയുടെ പ്രസക്തി എന്താണ്? നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാതോലിക്ക ബാവ ഉണ്ടല്ലോ, അദ്ദേഹമല്ലേ പൊതുവിന്റെ പിതാവ്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അത് പൊതുസമൂഹം അറിയേണ്ടതാണ്. കാരണം അതൊരു റെലവന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. ഈ കാതോലിക്ക ബാവ എന്ന് പറഞ്ഞ പിതാവാണ്, പൊതുപിതാവാണ്, സമുദായത്തിന്റെ പിതാവാണ്. അപ്പൊ പിന്നെ എന്താണ് പാത്രിക്കീസ് ബാവ? അവിടെയാണ് നമ്മൾ യാക്കോബ് ഗോത്രപിതാവാണ്, ഞങ്ങളുടെ പിതാവായ യാക്കോബ് എന്നാണ്. ഇപ്പം ശമരിയക്കാരത്തി സ്ത്രീ പോലും യേശു കർത്താവിനോട് ചോദിക്കുന്നതാണ്, ആർ യു ഗ്രേറ്റർ ദാൻ അവർ ഫാദർ ജേക്കബ്? അപ്പൊ യാക്കോബ് ഗോത്രപിതാവാണ്. അപ്പൊ പിന്നെ ഇസാക്ക് ആരാണ്? അപ്പോൾ പിന്നെ അബ്രഹാം ആരാണ്? അബ്രഹാം ഗോത്രപിതാവല്ലേ? ഇസാക്ക് ഗോത്രപിതാവല്ലേ? യാക്കോബ് ഗോത്രപിതാവാണ്. അപ്പൊ യാക്കോബ് ഗോത്രപിതാവായിരിക്കുമ്പോൾ ഇസാക്കും അബ്രഹാമും ഉണ്ട്. അപ്പൊ ഇത് മൂന്നും ചേർത്തിട്ടാണ് പറയുന്നത്, അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ. അപ്പൊ അബ്രഹാമും ഇസാക്കും യാക്കോബും എന്നത് അതിന്റെ പ്രതീകമായിട്ടാണ് ക്രൈസ്തവ സഭയിൽ പാത്രിയാർക്കീസും കാതോലിക്ക ബാവയും ഇടവക മെത്രാപ്പോലിത്തായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ജുദയോ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് ഓഫ് ദി എക്ലീഷ്യാസ്റ്റിക്കൽ ഹൈറാർക്കി അതെവിടെയാണ് ടൈപ്പിഫൈഡ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അബ്രഹാമും ഇസാക്കും യാക്കോബും. അപ്പൊ അബ്രഹാമും ഇസാക്കും യാക്കോബും എന്ന് പറയുന്ന അബ്രഹാമിന്റെ സ്ഥാനത്ത് പാത്രിയാർക്കീസ് ബാവയും, ഇസാക്കിന്റെ സ്ഥാനത്ത് കാതോലിക്ക ബാവയും, യാക്കോബിന്റെ സ്ഥാനത്ത് ഇടവക മെത്രാപ്പോലിത്തയും അല്ലെങ്കിൽ ഭദ്രാസന മെത്രാപ്പോലിത്തയും നിൽക്കുന്നു. ഇപ്പോ സത്യവിശ്വാസികൾ മനസ്സിൽ കാണുകയാണ്, നിങ്ങൾക്ക് ഈ 3 ഫിഗേഴ്സ് ഉണ്ട് നിങ്ങളുടെ മുകളിൽ. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും, അബ്രഹാത്തിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ 3 ഫിഗേഴ്സ്, ആ 3 ഫിഗേഴ്സ് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. നിങ്ങളുടെ ഇടവക മെത്രാപ്പോലിത്ത, നിങ്ങളുടെ കാതോലിക്ക ബാവ, പിന്നെ നിങ്ങളുടെ പാത്രിക്കീസ് ബാവ. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികൾക്കും ഈ 3 ഫിഗേഴ്സ് ഉണ്ട്. അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ഭരണഘടനയിലും അവരുടെ ആരാധനാ സംസ്കാരത്തിലും ഈ 3 ഫിഗേഴ്സ് നിഴലിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ആരാധനയൊക്കെ തന്നെ യാക്കോബായ സഭയിൽ നിന്ന് പകർത്തിയെടുത്തതായതുകൊണ്ട് അതവിടെ കാണുന്നുണ്ട്. അതിനെ ഇറേസ് ചെയ്യുവാനാണ് അവർ ശ്രമിക്കുന്നത്. കാതോലിക്ക ബാവ സ്വയം സ്ഥിതനാണ്, സ്വയം ശീർഷകനാണ് എന്നൊക്കെയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറയാതെ പറയുന്ന ഇസാക്കിന് തന്തയില്ല എന്നുള്ളതാണ്. ഇസാക്കിന് മുകളിൽ അബ്രഹാം ഉള്ളവരും അബ്രഹാം ഇല്ലാത്തവരുമാണ്. അബ്രഹാമും ഇസാക്കും യാക്കോബും, ഈ 3 പേര് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രസക്തിയുള്ളവരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഹോളി ട്രിനിറ്റിയാണ്. സഭയുടെ എല്ലാ ആരാധനകളും ട്രിനിറ്റേറിയൻ മോഡലിലാണുള്ളത്. അപ്പൊ ട്രിനിറ്റേറിയൻ മോഡലിൽ ആരാധന മാത്രമല്ല, ഹൈറാർക്കിയും ട്രിനിറ്റേറിയൻ മോഡലിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവായ ദൈവത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് അബ്രഹാമിനെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ചുരുങ്ങി പക്ഷെ ഞാനെങ്കിലും കാണുന്നത്. അതിനെനിക്ക് എൻ്റെതായ ഒത്തിരി ന്യായീകരണങ്ങളുണ്ട് തിരുവെഴുത്തിൽ നിന്ന്. അബ്രഹാമാണ് പിതാവ്, തുടക്കമാണ്. അബ്രഹാമിനെ വിളിക്കുമ്പോഴാണ് ഈ തുടക്കം. ഈ 12ാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാത്തിനെ ദൈവം വിളിച്ചു. ദാറ്റ്സ് ദ ബിഗിനിങ്, ആരംഭമായവൻ. പിതാവായ ദൈവമാണ് തുടക്കം. ഹീസ് ദ സോഴ്സ് ഓഫ് എവരിത്തിങ് ആൻഡ് ഹീസ് ദ സോഴ്സ് ഓഫ് ഓൾ. പിതാവിന്റെ ഒരു പ്രതീകമായിട്ട് അബ്രഹാമും പുത്രന്റെ പ്രതീകമായിട്ട് ഇസാക്കും. അത് നമ്മുടെ പ്രാർത്ഥനകളിലും വായനകളിലും
ഗീതങ്ങളിലും എല്ലാം അങ്ങനെയാണ് ടൈപ്പിഫൈഡ് ചെയ്തിരിക്കുന്നത്. ഇസാക്കിനെ പുത്രനോടാണ് താരതമ്യപ്പെടുന്നത്. തന്റെ ഏകജാതനെ തരാൻ നീ മടിക്കായക കൊണ്ട് തന്റെ ഏകജാതനെ ദൈവം നൽകുവാൻ മടിച്ചില്ല. അപ്പൊ അബ്രഹാമിന്റെ പുത്രനെ യേശുക്രിസ്തുവിനോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അബ്രഹാമിനെ പിതാവായ ദൈവത്തോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 ഫിഗേഴ്സ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റിന്റെ പ്രതീകമായിട്ടാണ്. അപ്പോൾ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിന് പാരലായിട്ട് നിൽക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ ഒന്നും പുത്രനെ ചെയ്യുവാൻ ഇല്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ. ഇസാക്ക് ചെയ്ത അബ്രഹാം കുഴിച്ച കിണറുകളെ ഫെലിസ്തീർ മൂടിയത് അത് പിന്നെയും തുറന്നു എന്നാ പറയുന്നത്. അബ്രഹാം കുഴിച്ച കിണറിൽ അല്ലാതെ പുതിയ കിണറൊന്നും ഇസാക്ക് കുഴിച്ചില്ല. പിതാവ് ചെയ്ത് കാണുന്നല്ലാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല. വളരെ രസകരമായ ഒത്തിരി സാദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നിഴലുകളായ അല്ലെങ്കിൽ ടൈപ്സ് ആയിട്ട്, പ്രതീകമായിട്ട് നമ്മൾ അവരെ കാണുകയാണ്, കരുതുകയാണ്, അവർ കണക്കാക്കപ്പെടുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പോലെ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. അപ്പൊ ഈ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയാണ് യാക്കൂബും ഇസാക്കും മതി, നമുക്ക് അബ്രഹാം ഇല്ല, അല്ലെ നമുക്ക് അബ്രഹാം വേണ്ട, അല്ലെ നമുക്ക് അബ്രഹാം എന്തിനാ? There are so many such idiotic questions. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് ഫാക്ഷൻ ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ റേസ് ചെയ്യുന്ന ഒരു നിര ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായത്. വൈ പാട്രിയാർക്ക്? എന്റെ ഒരു ഹംബിൾ ആൻസർ, ബിക്കോസ് ഓഫ് ഏബ്രഹാം. അപ്പൊ അബ്രഹാം ഗോത്രത്തിന്റെ പിതാവായിരിക്കുന്നു. അബ്രഹാമാണ് പിതാവ്. അബ്രഹാമിനെയാണ് വിശ്വാസികളുടെ പിതാവായി പുതിയ നിയമം പരിഗണിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഇസാക്കിനെയോ യാക്കോബിനെയോ അല്ല. പൗലോസ് പറയുന്നത് അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവാകും. അപ്പൊ സത്യവിശ്വാസികളുടെ മുഴുവൻ പിതാവ് എന്ന സ്ഥാനത്ത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയാണ് ഇരിക്കുന്നത്. പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ശ്ലൈഹിക പിന്തുടർച്ച ശ്രേണിയിൽ 123 സ്ഥാനത്താണ് പരിശുദ്ധ പാത്രിയർക്കീസ് അപ്രയം ദ്വിതീയൻ ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നിൽ 122 പിൻഗാമികളുണ്ട്. 122. അതിൽ 4 പേർ ക്രൂരമായി കൊല്ലപ്പെട്ടവർ, രക്തസാക്ഷികളാണ്, സഹോദരന്മാർ കൂടെയാണ്. എത്ര വലിയൊരു ശ്രേണിയാണത്. ഓരോ കാലങ്ങളിലും ഈ ഒരു സംവിധാനം നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളത് മനസ്സിൽ കാണണം. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. അപ്പൊ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അപ്പൊ ആദ്യം മുതൽ ഇന്ന് എന്നേക്കും ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുമ്പോ അവിടെ പാട്രിയാർക്സ്, 3 പാട്രിയാർക്സ് ആരാണ്? എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അല്ലെ? അബ്രഹാമിൻ ദൈവം, ഇസാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും. അപ്പൊ ഈ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും 3 പേര്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാക്കോബാക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാത്രിയർക്കീസ് അപ്രയം ദ്വിതീയന് വേണ്ടി, ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബെസേലിയോസ് ജോസഫിന് വേണ്ടി, ഞങ്ങളുടെ ഇടവ മെത്രാപ്പോലീത്ത ആബൂന്മാർ തീമോത്തിയോസിന് വേണ്ടി, അല്ല ഇവാനിയോസിന് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദ ട്രിനിറ്റേറിയൻ മോഡലിലാണ് ആ പ്രാർത്ഥന. വാട്ട് എ ബ്യൂട്ടിഫുൾ കസ്റ്റം, വാട്ട് എ വണ്ടർഫുൾ ട്രഡീഷൻ ഇറ്റ് ഈസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മറ്റവർക്ക് വരുമ്പോഴേക്കും ഈ ഇടവ മെത്രാപ്പോലീത്തായി ഉണ്ട്, കാതോലിക്കായി ഉണ്ട്, പാത്രിയർക്കീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശിരസില്ല. നരിമാൻ, FS നരിമാൻ സുപ്രീം കോടതി പറഞ്ഞാണ് പാത്രിയർക്കീസ് ഇല്ലെങ്കിൽ ശിരസില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക്. എന്ത് സംഭവിക്കും? ശിരസറ്റ അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു, കോടതിയിൽ പറഞ്ഞു. ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ വക്കീൽ പറഞ്ഞതാണ്. ഇന്ന് ചില ആൾക്ക് ആ ശിരസ് വേണ്ട. അപ്പൊ അതാ ഞാൻ ചോദിച്ചേ, കാതോലിക്ക പിതാവല്ലേ എന്ന് ചോദിച്ചാൽ ഇടവക മെത്രാപ്പോലീത്ത പിതാവല്ലേ? ഷുവറായിട്ടാണ്. അപ്പൊ ഇടവക മെത്രാപ്പോലീത്ത പിതാവാണ്, കാതോലിക്ക പിതാവാണ്, പാത്രിയർക്കീസ് പിതാവാണ്. എങ്ങനെ? യാക്കോബും ഇസാക്കും അബ്രഹാമും നിൽക്കുന്ന പോലെയാണ്. അപ്പൊ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, പാത്രിയർക്കീസ്, കാതോലിക്ക, ഇടവക മെത്രാപ്പോലീത്ത. അത്ര ആ ഒരു ത്രിതല സംവിധാനം അല്ലെങ്കിൽ ആ ട്രിനിറ്റേറിയൻ മോഡലിനാൽ
അനുഗ്രഹിക്കപ്പെട്ടവരാണ് മലങ്കരയിലെ യാക്കോബായ വിശ്വാസികൾ. യു ആർ സോ ബ്ലസ്ഡ്. ഇത്രയും വിശദീകരണം കൊടുത്തപ്പോൾ നമ്മുടെ മലങ്കര കത്തോലിക്ക ചോദ്യം ചോദിച്ച സഹോദരൻ കുറച്ചു നേരം മ്ലാനവതനായി, ഖിന്നനായി കുറെ നേരം ഇരുന്ന ശേഷം അദ്ദേഹം തലയുയർത്തി, അപ്പൊ ഞങ്ങൾക്കും ഉണ്ട് പാത്രിയർക്കീസ്, റോമിലാണ് ഞങ്ങളുടെ പാത്രിയർക്കീസ്. ദാറ്റ്സ് ഗുഡ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ ബെസേലിയോസ് ക്ലീമിസ് ബാവ, അതിനു മുകളിൽ ഞങ്ങൾക്ക് റോമൻ പാത്രിയർക്കീസ്, ഞങ്ങൾക്കും ആ ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ്ങിലാണ്, ട്രിനിറ്റേറിയൻ മോഡലിലാണ് നിൽക്കുന്നത്. ഇത് കേട്ടോണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സുകാരനുണ്ടായിരുന്നു. പുള്ളി മൈക്കൊന്നും അൺമ്യൂട്ട് ചെയ്തില്ല, ചത്തപോലെ കിടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളിയെ കണ്ടുമില്ല. ഞാൻ പറഞ്ഞെന്നാന്ന് ചോദിച്ചാൽ, ഇവര് പറയാതെ പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബ്രഹാമിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ വേണ്ട എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനത്തോടെ അവർ പറയുകയാണ്, ഞങ്ങളെ അച്ഛനില്ലാത്തവരാടാ. ഞങ്ങൾക്ക് ഉണ്ട്, കാത്തോലിക്ക ബാവയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം ശൂന്യമായി കിടക്കുന്നു. ഇത് സഭയുടെ ഒരു പാരമ്പര്യമാണ്, പൈതൃകമാണ്, അത് ശ്രേഷ്ഠമാണ്, അത് വിശിഷ്ടമാണ്, അത് പൂർവികമാണ്, അത് പുരാതനമാണ്, അത് അങ്ങേയറ്റം ശ്ലൈഹികമാണ്, അപ്പൊ അത് യുക്തിപരമാണ്, അത് അങ്ങേയറ്റം മനോഹരമാണ്. അപ്പൊ ആ ഒരു പാരമ്പര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്.